എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. രാമായണം നൽകുന്നൊരു 5ാമത്തെ പാഠം, സീതാ സ്വയംവരം കഴിഞ്ഞ് രാമാദികൾ അയോധ്യയിലേക്ക് മടങ്ങി വരികയാണ്. ഒരു വലിയ വിവാഹ ഘോഷയാത്ര. ശ്രീരാമനോടൊപ്പം സീത, ലക്ഷ്മണൻ കൂടെ ഊർമിള, ഭരതൻ്റെ കൂടെ മാണ്ഡവി, ശത്രുഘ്നൻ്റെ ഭാര്യയായിട്ട് ശ്രുതകീർത്തി, 2 രാജവംശങ്ങൾ, മന്ത്രിമാര്, സേനാപതികൾ, ആബാലവൃദ്ധം ആളുകളൊക്കെ അതിമനോഹരമായിട്ട് രഥചക്ര ഘോഷങ്ങളുടെ അകമ്പടിയോട് വരുമ്പോൾ വഴിയിലതാ വന്നു നിൽക്കുന്നു ഒരു വൃദ്ധനായ ഒരു ഋഷി, സാക്ഷാൽ പരശുരാമൻ. സാധാരണ നിലയിൽ ഇങ്ങനെ വന്നാൽ പരശുരാമൻ ചെയ്യേണ്ടത് അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കുക എന്നതാണ്. ഇവിടെയാണ് രാമായണത്തിൻ്റെ ഒരു വലിയ നല്ല പാഠം ഉണ്ടാകുന്നത്. അവിടെ പരശുരാമനിലുള്ള അഹങ്കാരം ഉണരുന്നു. സാധാരണ വയസ്സാകുമ്പോൾ ചിലർക്ക് പറ്റാവുന്ന ഒരു അബദ്ധത്തെ രാമായണം പഠിപ്പിക്കുകയാണ്. കുറച്ച് മുതിർന്ന ആൾ പ്രായമാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായും യുവാക്കളോടും യുവതലമുറയോടും അവരുടെ വിജയങ്ങളോടെല്ലാം ഒരു പുച്ഛവും ഒരു നീരസവും അല്പാസൂയൊക്കെ ഉണ്ടാവും. എല്ലാവരും അല്ല, ചുരുക്കം ചിലർക്ക്. അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഈ പരശുരാമ ശ്രീരാമ കൂടിക്കാഴ്ചയിലൂടെ കാണാൻ കഴിയും. നീ ആരാണ്? അല്ല, നിസ്സാരമട്ടിൽ ഒരു വിവാഹ ഘോഷയാത്ര നടന്നു വരുമ്പോൾ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ അല്ലല്ലോ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാൻ കഴിയില്ല, മിണ്ടാതിരിക്കാം. ആര് നീ? ഞാൻ രാമനാണ്. ഏത് രാമൻ? ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കിൽ? ഈ 3 ലോകത്ത് ഒരേ ഒരു രാമനേ ഉള്ളത്, പരശുരാമനാണ്. നീ ഏത് രാമൻ? പരിഹസിക്കുന്നു, അഹങ്കാരത്തിന്റെ വെല്ലുവിളി നടത്തുന്നു. ഒടുവിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നീ ശൈവജാപം ഖണ്ഡിച്ച ആളാണെങ്കിൽ ദാ ഈ വൈഷ്ണവജാപം കുലക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാഹ ഘോഷയാത്രയിലെ യുദ്ധത്തിന്റെ ഒരു ഏറ്റുമുട്ടലിന്റെ പാത. രാമൻ വളരെ വിനീതനായിട്ട്, ഞാനൊരു ബാലനാണ്, അശക്തനാണ്, അങ്ങേപ്പുള്ള ആളുകൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കൂട്ടാക്കാതെ അവിടെയുള്ള മുതിർന്നവര്, വസിഷ്ഠാദികള് ഒക്കെ ശ്രേഷ്ഠന്മാരായ ആളുകൾ, അവരെ ഒന്നും മാനിക്കാതെയാണ് പരശുരാമന്റെ ഈ വലിയ വിക്ഷോഭത്തെ കാണേണ്ടത്. ഇവിടെ 2 ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അവതാര ദൗത്യം കഴിഞ്ഞൊരാൾ. നമ്മളൊരു ഉൽപ്പന്നത്തിൻ്റെ അവധി കഴിഞ്ഞാൽ അത് ചുരുട്ടിക്കുട്ടിച്ചാടുക എന്നാണ് സാമാന്യ ഭാഷയിൽ പറയുക. അവതാര ദൗത്യം കഴിഞ്ഞു. ഒരു മനുഷ്യജന്മത്തിൻ്റെ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ വിടവാങ്ങണം. അതാരായാലും പിന്നെ അവിടെ ചാടിക്കേറി നിന്നിട്ട് ആളാവാൻ ശ്രമിക്കരുത്. അവതാര ദൗത്യം കഴിഞ്ഞ പരശുരാമനും അവതാര ദൗത്യത്തിന് ഇറങ്ങിയ രാമനും തമ്മിലാണ് ഈ ഏറ്റുമുട്ടലിൽ ആരാണ് ജയിക്കുക എന്ന് ആർക്കും അറിയാം. ദൗത്യം കഴിഞ്ഞാൽ പരാജയപ്പെടും. അത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി പോലും പരശുരാമൻ ഉണ്ടായില്ല. ചാപമെടുത്ത് വില്ലുവിലച്ച രാമൻ ചോദിച്ചു, ഇതിന് ലക്ഷ്യം കാണിച്ചതാ, ഇത് ഞാൻ എവിടേക്ക് ഈ ബാണം അയക്കണം? നമ്മളിപ്പോ ഒരു വലിയ അത്യന്താധുനികമായ ആയുധം, മിസൈൽ, സ്കഡ്, അങ്ങനെ പല മിസൈലുകളുണ്ടല്ലോ, തൃശൂൽ, അത് എവിടേക്ക് തൊടുത്തു വിട്ടാൽ അത് എവിടേക്ക്, അതിന് ലക്ഷ്യം വേണം. അവിടെയാണ് പരശുരാമന് മനസ്സിലായത്, ആ ലക്ഷ്യം ഇനി എന്നിലല്ലാതെ മറ്റെവിടേക്ക്? രാമ, ഞാൻ ഇതുവരെ നേടി എൻ്റെ സകല സുഹൃത്തുക്കളിലേക്കും അങ്ങ് ബാണം അയച്ചോളൂ എന്ന്. ഒരു കാര്യവുമില്ലാതെ അനുഗ്രഹിച്ചയക്കുന്നതിന് പകരം തൻ്റെ എല്ലാ നന്മകളും തൻ്റെതായ ചെയ്തിയിലൂടെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന പരശുരാമനെ പിന്നെ രാമായണത്തിൽ കാണുന്നത് രാമായണം നൽകുന്ന ഒരു വലിയ പാഠമാണ്. അതോടൊപ്പം തന്നെ അധികാര സുഖം നമുക്ക് എങ്ങനെയെല്ലാം അപകടമുണ്ടാക്കും എന്ന് 2ാമത്തെ കാണ്ഡമായ അയോധ്യാകാണ്ഡത്തിൽ നാരദർ ശ്രീരാമനെ കാണുന്ന ഭാഗത്തുണ്ട്. അത് പഠിക്കേണ്ട ഒരു പാഠമാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ വന്ന ഉദ്ദേശം ചിലപ്പോൾ മറന്നു പോകും പലരും. ചില പ്രത്യേക ബംഗ്ലാവ്,
സ്റ്റാർ ഹോട്ടലുകൾ, വലിയ സുഖ മന്ദിരങ്ങളൊക്കെ കണ്ടാൽ കടമകൾ മറന്നു പോകും. അതുകൊണ്ട് മഹാരഥന്മാരും ആചാര്യന്മാരും പറയും, കടമകൾ സുഖത്തിന് വഴിപ്പെടരുത് എന്ന്. കടമകൾ സുഖത്തിന് വഴിമാറിക്കൊടുക്കരുത്. രാമനെ പട്ടാഭിഷേകത്തിന്റെ തലേന്നാണ് പോയി പറയുന്നത്. നാളെ ഒരു രാജ്യത്തിന്റെ ചെങ്കോലേന്തി ആലവട്ടവും വെഞ്ചാമരവും രഥങ്ങളും ആ സ്വകീയ സുഖങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരാളോട്, ലോകത്തിന്റെ ഗുരുവായി നിൽക്കേണ്ട ഒരാൾ പറയുന്നു, രാമനത് ഉൾക്കൊള്ളുന്നു. അവിടെ നാം പഠിക്കേണ്ട പാഠം ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇങ്ങനെ പലരിൽ നിന്നും നമുക്ക് തരും. ആ ഓർമ്മപ്പെടുത്തലിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ കർമ്മ വഴിയെ തിരിച്ചു വെക്കണം എന്ന് രാമായണം നൽകുന്ന പാഠമാണ്. മറ്റൊന്ന്, കൈകേയിയും മന്ധരയും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു അവരുടെ ബന്ധത്തിൽ ഈശ്വരേച്ഛക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ ആഗ്രഹത്തിന് ഒരു വാതിലും തടസ്സമല്ല. എന്താ അത്? ഈശ്വരേച്ഛ പോലെ എല്ലാം നടക്കും. അതിന് നമ്മൾ വിധി എന്ന് പറയും. അതിന് ചില നിമിത്തങ്ങളും കാരണക്കാരുമാര് മാത്രമാണ് ഈ മന്ധരയും കൈകേയും. നമ്മുടെ ജീവിതത്തിലും ഇത്തരം മന്ധരമാരും കൈകേയിമാരും പലരും വന്ന് നമുക്ക് ചില ഉണ്ടാകുന്ന താൽക്കാലികമായ നേട്ടങ്ങളെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. പക്ഷെ അത് അങ്ങനെ വേണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാന കാര്യം വാൽമീകി ഋഷിയുടെ പാഠം തന്നെയാണ്. അത് വാൽമീകി പറയുന്നുണ്ട് സീതയോട്, ഞാൻ ആര് എന്ന്. ഈ കഴിഞ്ഞ പൂർവാശ്രമത്തിൽ കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന ഈ ഋഷി, രാമായണം എഴുതിയ ഋഷി, എന്താ പറയാ, ആദിവാസിയായി പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനുമായിട്ട് താന്തോന്നിയായിട്ട് ആളെ വെട്ടിയും കൊന്നും അവരുടെ പണം കട്ടും കുടുംബം പോറ്റുന്ന ഈ നരാധമന്റെ മുന്നിലാണ് 7 ഋഷികൾ വന്ന് അവരെ കൊള്ളയടിക്കാൻ നോക്കുമ്പോൾ കാര്യം പറയുന്നത്, ഈ ചെയ്യുന്ന തെറ്റെല്ലാം ശരിയല്ല. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് വേണ്ടിയാണ്, പോയി അന്വേഷിച്ചു വരൂ. ആ അന്വേഷണ വേളയിലാണ് കാട്ടാളന്റെ ഭാര്യ പറയുന്ന ഏറ്റവും മനോഹരമായൊരു വരി, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഒരു ആദിവാസിയുടെ വാക്ക് നോക്കൂ, എത്ര വേദതത്വം അടങ്ങിയതാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ അനുഭവിക്കണം. അതിലൊന്നും എനിക്കോ എൻ്റെ മക്കൾക്കോ പങ്കെടുക്കാൻ കഴിയില്ല, അവരവർക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പോലും നിങ്ങൾ തന്നെയാണ് ആ കർമ്മത്തിന് അധികാരി. ഇത് കണ്ണു തുറപ്പിച്ചു. ഇത്തരം കണ്ണു തുറപ്പിക്കൽ അവിടെ കാട്ടാള സ്ത്രീയായാലും സപ്തർഷികളായാലും രാമായണത്തിലുണ്ട്. ജീവിതത്തിൽ പല മോഹങ്ങളിൽപ്പെട്ട് കണ്ണടഞ്ഞു പോയവർക്ക് രാമായണം യഥാർത്ഥത്തിൽ ഒരു കണ്ണു തുറപ്പിക്കുന്ന കൃതിയാണ്. ആ കാട്ടാളനാണ് കാടത്തത്തെ മനസ്സിലിട്ട് കവിയായി വാൽമീകമായിട്ട് മാറിയത് എന്ന് രാമായണം കാണിച്ചു തരുന്നു.